മാറുന്ന കാലത്തിനൊപ്പം, മാറുന്ന ചിന്തകൾക്കൊപ്പം, മാറുന്ന ട്രെൻഡിനൊപ്പം, മാറുന്ന അറിവുകൾക്കൊപ്പം മാറാതെ മലയാളി മനസ്സിൽ എന്നും തുടരുന്ന അശ്വമേധം. ഇത് സീസ് എഡ്ടെക് അശ്വമേധം. സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അറിവിന്റെ നക്ഷത്രത്തെ, ഡോക്ടർ GS പ്രദീപ്. മനുഷ്യജീവിതം സാർത്ഥകമാകുന്നത് സഞ്ചാരങ്ങളിലൂടെയാണ്. കാടും മേടും കടന്ന് യാത്ര ചെയ്യുന്നവർ, കടൽ കടന്ന് സഞ്ചരിക്കുന്നവർ, അന്യദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ അരികിലേക്കെത്തുന്നവർ, ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോയെപ്പോലെ ഏകാന്ത ദ്വീപുകളിലേക്ക് ആകസ്മികമായി എത്തിച്ചേരുന്നവർ. ജീവിതം തന്നെ ഒരു സഞ്ചാരമാണ്. ഒറ്റ വരിയിൽ എഴുതി തീർക്കാൻ കഴിയാത്ത ഒരു സഞ്ചാരത്തിൻ്റെ ആത്മകഥയാണ് ജീവിതം. ഈ വൈജ്ഞാനിക സഞ്ചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വീസ് എഡ്ടെക് അശ്വമേധം. ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്ന അതിഥി ഒരു സഞ്ചാരിയാണ്, ട്രക്കിങ്ങിൽ തൽപരയാണ്, മോഡലാണ്, അഭിനേത്രിയാണ്. വിവിധങ്ങളായ അഭിരുചികളെ ജീവിതത്തിൻ്റെ ഹരമായി കണ്ട് ആസ്വദിച്ച് കർമ്മമേഖലകളിൽ ഏർപ്പെടുന്ന ആ പ്രതിഭാശാലിയെ ഈ വേദിയിലേക്ക് ആഹ്ലാദത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അക്ഷത വരുൺ, വാക്ക് ഇൻ പ്ലീസ്. അക്ഷത സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവം. ട്രക്കിങ്ങിൽ താല്പര്യം. ഈയിടെ അഗസ്ത്യാർകൂടത്തിലൊക്കെ പോയിരുന്നു. അഗസ്ത്യാർകൂടം പോയി, വാലി ഓഫ് ഫ്ലവേഴ്സ് പോയി. എവിടെ? വാലി ഓഫ് ഫ്ലവേഴ്സ്. വാലി ഓഫ് ഫ്ലവേഴ്സിൽ പോയി. ഹേംകുണ്ട് സാഹിബ്. ഹേംകുണ്ട് സാഹിബ്. പിന്നെ വേറെ ഒരുപാട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയിട്ടില്ല, പക്ഷെ പോയിരിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല ട്രക്സ് ആണ് പോയിരിക്കുന്നത്. എനിക്ക് കുറച്ച് കുന്നും മലയും അതുപോലെ തന്നെ ബീച്ചും ഇഷ്ടമാണ്. റൈഡ് ചെയ്യോ? ടു വീലർ റൈഡ് ചെയ്യോ? ചെയ്യും. പക്ഷെ റൈഡ് ചെയ്തിട്ട് ഇതുവരെ എവിടെയും പോയിട്ടില്ല. നാട് എവിടെയാണ് അക്ഷതയുടെ? വയനാട്. വയനാടാണ്. പക്ഷെ താമസം തിരുവനന്തപുരത്ത്. ഒരു 7 വർഷമായി ഇപ്പോൾ ട്രിവാൻഡ്രത്തുകാരിയാണ്, ഇങ്ങനെ വേണം പറയാൻ. സോഫ്റ്റ്വെയർ UI/UX ഡിസൈനറാണ്. എന്താണ് അതിൻ്റെ പേര്? UI/UX. എന്താ അതിനെക്കുറിച്ച് പറയുക? നമ്മളിപ്പോൾ കാണുന്ന അപ്ലിക്കേഷൻസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഡിസൈനിങ് ചെയ്യുന്ന, ഫസ്റ്റ് പേജ് ഫ്രണ്ട് പേജ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ടീമാണ്. കുടുംബം? ഹസ്ബൻഡ്, 2 കുട്ടികൾ. ഹസ്ബൻഡിൻ്റെ പേര് വരുൺ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇപ്പം സൗദി ലുലുവിൽ വർക്ക് ചെയ്യാണ്. സൗദിയിലെ ലുലുവിലാണ്. മക്കളുടെ പേര്? ആദവ് വരുൺ, അർണവ് വരുൺ. ആദവ് വരുൺ, അർണവ് വരുൺ. ആദവും അർണവും 2 ബോയ്സ് ആണ്. 2 ബോയ്സ്. അപ്പോൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ കുട്ടികൾ? അതൊരു കടമ്പയാണ്. അച്ഛനെയും അമ്മേനെയും വിളിക്കും ചിലപ്പോൾ നാട്ടിൽ നിന്ന്. അത് രണ്ടും ഒന്ന് വയനാടും ട്രിവാൻഡ്രവും, അങ്ങേയറ്റവും ഇങ്ങേയറ്റം അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർ വന്ന് നിൽക്കും, അല്ലെങ്കിൽ പിന്നെ പോയ ട്രാവലിൻ്റെ സമയത്തെല്ലാം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോകും. ശ്രീ മമ്മൂട്ടി മുഖ്യമന്ത്രിയായി അഭിനയിച്ച 1 സിനിമയിലേക്ക് കടന്നു വന്നത്. പിന്നെ ആഴം ക്യാബിൻ മൂവി. ക്യാബിനാണ് തിയേറ്റർ റിലീസായത്. ആഴം സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അഭിനയമുണ്ട്? ഇങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോട്ടോഷൂട്ട് പോലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ചെയ്യാം, ഡാൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും പ്രസംഗം, എഴുത്ത്, വര, അങ്ങനെയൊക്കെയായിരുന്നു. ആക്ടിങ് ബേസ്, നാടകം, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അത്ഭുതമാണ്. നീ ഇപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് വിളിക്കും. എൻ്റെ SKMG സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, വയനാട്. അവിടുത്തെ പ്രിൻസിപ്പൾ, എൻ്റെ NSSലെ പ്രിൻസിപ്പൾ ബാബു സാർ, അവരൊന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. അവർ നമ്മളെ മനസ്സിലാക്കി, നമ്മളെ ഓർത്ത് വിളിക്കുന്നു എന്ന് പറയുമ്പം ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. വയനാട് എവിടെയാണ് കൃത്യമായി? കൽപ്പറ്റ, മടക്കിമല എന്ന് പറയും. കൽപ്പറ്റ മടക്കിമല. അതുകൊണ്ടാണ് ഈ കാടും മലയും ഒക്കെ താണ്ടാൻ എപ്പോഴും ഒരു ആയിരിക്കും. ആക്ച്വലി എൻ്റെ ഡ്രീം പ്ലേസ് ഏതാ അറിയാം? വയനാട് ചേമ്പ്ര പീക്ക്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ മുതൽ അവിടുന്ന് കോളേജിൽ നിന്ന് NSS ക്യാമ്പിൽ നിന്നൊക്കെ ടീച്ചേഴ്സൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ അച്ഛൻ വിടില്ലായിരുന്നു. അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അവിടെ കയറണം എന്നാണ് ഇപ്പം എന്തായാലും എനിക്ക് വയനാട്ടിൽ ചേമ്പ്ര എന്തായാലും ഒന്ന് കയറണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നൃത്തം എപ്പോഴും ഉണ്ടോ? ഉണ്ട്, പഠിക്കുന്നുണ്ട്. അശ്വമേധം കാണാറുണ്ട്? ഉണ്ട്. ഞാൻ അന്ന് മോൻ സാറിലൂടെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളെല്ലാവരും കൂടി ഒന്ന് ഗാദരിച്ചതും. അപ്പോൾ വിചാരിച്ചാണ് എനിക്ക് സാറിലൂടെ ഒന്ന്. അപ്പോൾ അന്ന് പക്ഷെ ധൈര്യം വന്നില്ല. അയ്യോ, ഞാൻ ആരെങ്കിലും ആലോചിച്ചു ഇപ്പോൾ പൊട്ടത്തരം പറയുമോ എന്നുള്ള പേടിയിൽ അന്ന് പറഞ്ഞില്ല സാറിൻ്റെ അടുത്ത്. പക്ഷെ ഇങ്ങനെ ഒരു മൊമെൻറ്റ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
ആദ്യത്തെ കടമ്പ അറിയാം. ആദ്യ മേഖലയിലേക്ക് ട്രാവൽ, ട്രക്കിംഗ്, മോഡലിംഗ്, ഡാൻസ്, അഭിനയം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിരുചികൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഈ സോഫ്റ്റ്വെയർ ഉദ്യോഗസ്ഥയോട്, അല്ലേ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡിസൈനറോട്, ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. അക്ഷത കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള സൂചനകളിലേക്ക് കടക്കുന്നു. അക്ഷതയ്ക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്, വരുണിനെക്കുറിച്ചല്ല. ആദ്യത്തെ സൂചന ഇതാ ഇങ്ങനെ. 2023 ടൈം മാഗസിൻ സ്വാധീനശേഷിയുള്ള ആളുകളിൽ ഒരാളായി ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തി. 2014 ഫ്രഞ്ച് ഗവൺമെൻറ് ഷെവലിയർ പദവി, ലീജിയൻ ഓഫ് ഓണർ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അങ്ങനെ ഒരുപാട് പേരുണ്ടാവാം, അല്ലേ? ഈ വർഷങ്ങളിൽ ഒരുപാട് പേരുണ്ടാവണമെന്നില്ല, ഈ രണ്ടും കോമൺ ആയി വന്നത്. നമുക്ക് അടുത്ത ആളിലേക്ക് പോയി നോക്കാം, അടുത്ത സൂചനയിലേക്ക് പോയി നോക്കാം. റെഡി? അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പാണിത്. മൃണാൾ സെന്നോ അല്ല. അടുത്ത സൂചന, ഫൗജിയിൽ സ്ക്വാഡ്രൺ ലീഡർ അഭിമന്യു റായ് ആയി അദ്ദേഹം വേഷമിട്ട് തുടങ്ങി. എനിക്ക് കിട്ടിയില്ല. അടുത്ത സൂചന, ഇത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാല ചിത്രം. അവസാനത്തെ സൂചനയിലേക്ക് പോട്ടെ. അവസാനത്തെ സൂചനയിൽ അക്ഷത ഉത്തരം പറഞ്ഞില്ല എങ്കിൽ എത്രയുണ്ട് വെയിറ്റ്? 70 ഒരു വലിയ വെയിറ്റ് ഒന്നുമല്ല, ആണോ? 70. അക്ഷത ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ഞാൻ അക്ഷതയെ ഒന്ന് എടുത്തോട്ടെ. നമുക്ക് അടുത്ത സൂചനയിലേക്ക് പോവാം. ഷാരൂഖ് ഖാൻ ശരിയായ ഉത്തരമാണ്. സൂചനകളെല്ലാം ഒന്നുകൂടി നമുക്ക് കാണാം. ടൈം മാഗസിൻ 2023 അദ്ദേഹത്തെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണായും പിന്നീട് ഹാൻസം മെന്നിൽ ഒരാളായും ഉൾപ്പെടുത്തി. ഫ്രഞ്ച് ഗവൺമെൻറ് ഷെവലിയർ പുരസ്കാരം നൽകി. രണ്ടാമത് നൽകിയ സൂചന ഇത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പാണ്. മൂന്നാമത്തെ സൂചന, ഫൗജി എന്ന ടെലിവിഷൻ പരമ്പരയിൽ സ്ക്വാഡ്രൺ ലീഡർ അഭിമന്യു റായി ആയി അഭിനയിച്ചുകൊണ്ടാണ് ആ പ്രതിഭാശാലിയായ നടൻ ആരംഭം കുറിച്ചത്. നാലാമത്തെ സൂചന, ആ താടിയിൽ ഇങ്ങനെ വിരലൊക്കെ വച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം. ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച, അല്ലേ, ഇന്ത്യൻ സിനിമയുടെ ദ വൺ മാൻ ആർമി ഷാരൂഖ് ഖാൻ. ശരിയായ ഉത്തരം. സോ യു ആർ എലിജിബിൾ ടു ടേക്ക് പാർട്ട് ഇൻ അശ്വമേധം. കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. ഇനി ടെൻഷൻ ഇല്ലല്ലോ? അനീഷ പ്ലീസ്. അപ്പോൾ ഈ വളരെ ലളിതമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നു എന്ന് ആളുകൾ പറഞ്ഞത് ശരിയാണോ? നമ്മൾ തമ്മിൽ പരിചയമുണ്ടല്ലോ, എന്നിട്ടും ഇത് ഹോട്ട് സീറ്റ് അല്ലേ എന്തൊക്കെ പറഞ്ഞാലും. ശരി, അപ്പോൾ ഇനി ഹോട്ട് സീറ്റിൽ ഇരിക്കുന്നത് ഞാനാണ്. ഇനി അക്ഷതയ്ക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു പാട്ട് പാടുന്നോ? ഒരു ഡാൻസ്, ഒരു മ്യൂസിക് ഇട്ട് തരാം. ഇത് കഴിഞ്ഞിട്ട് എപ്പിസോഡിൻ്റെ എൻഡിൽ 2 സ്റ്റെപ്സ്. ഇത് മതി. അറിയില്ലേ, അതെങ്ങാനും കണ്ട എന്നെ എടുത്തിട്ട് അടിക്കണം. അപ്പോൾ പിന്നെ തുറക്കാം. ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അക്ഷത വരുണിനോടൊപ്പം യാഗം. അക്ഷത വിചാരിച്ച വ്യക്തി ഇന്ത്യൻ, മലയാളി, പുരുഷൻ ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? 50 വയസ്സിന് മുകളിൽ പ്രായം. രാഷ്ട്രീയം, കല, സാഹിത്യം? മതപരം, ആത്മീയം? സ്പോർട്സ്, സയൻസ്? ഉദ്യോഗം, ബിസിനസ്? സാമൂഹ്യ പ്രവർത്തനം? കൈൻഡ് ഓഫ്. 10 ചോദ്യങ്ങൾ യജ്ഞം.
ഇന്ത്യനാണ്, മലയാളിയാണ്, ജീവിച്ചിരിപ്പുണ്ട്, 50 വയസ്സിന് മുകളിൽ പ്രായം, പുരുഷൻ, എ കൈൻഡ് ഓഫ് സാമൂഹ്യ പ്രവർത്തനം. അതായത് മേഖല വേറെയാണ്, പക്ഷെ നമുക്കത് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താം. അത് കഴിഞ്ഞ ദിവസം ഒരാൾ ലാറി ബേക്കറിനെ വിചാരിക്കുകയും അതൊരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് ഞാൻ പറയുകയും ഒക്കെ ചെയ്തതുപോലെ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ആണോ ഈ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കാരണം? അതൊരു യൂണിഫോം ഉള്ള തൊഴിലാണോ? No. കുക്കിംഗ് No. അല്ല. പെട്ടെന്ന് പഴയിടം മോഹൻ നമ്പൂതിരിയുടെ പേര് ഓർമ്മ വന്നു. ഈ കലോത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനം എന്തൊക്കെ ചിന്തിക്കാം എന്നുള്ളത് കൊണ്ട് അല്ല. പക്ഷെ അതൊരു കലയാണ് കുക്കിംഗ്. ഇത് കലയല്ല എന്നാണ് പറഞ്ഞത്. സാമൂഹ്യ പ്രവർത്തനവും തൊഴിലും. യൂണിഫോം ഉണ്ടോ എന്ന് ചോദിച്ചത് മനസ്സിലായോ? അഡ്വക്കേറ്റ്, ലീഗൽ പ്രൊഫഷൻ, ഡോക്ടർ, ഇതൊക്കെ യൂണിഫോം ഉള്ളതാണ്. അല്ല. അപ്പോൾ ലീഗലോ മെഡിക്കലോ ആയ പ്രൊഫഷണൽ അല്ല. അല്ല, തീർച്ചയാണ്. ശരിയാണ് സർ, കറക്റ്റ്. സാമൂഹ്യ പ്രവർത്തനമായി കാണാൻ കഴിയുന്ന തൊഴിൽ. പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണോ? എൻവയോൺമെന്റലിസം ആണോ? പാരിസ്ഥിതിക പ്രവർത്തനമാണോ പ്രധാനം? കണ്ടൽക്കാടുകളും വനസംരക്ഷണവും അടക്കമുള്ള പാരിസ്ഥിതിക പ്രവർത്തനങ്ങളാണോ പ്രധാനപ്പെട്ട മേഖല? പറയാല്ലേ, അതുമായി ബന്ധമുണ്ട്. അല്ല, എൻവയോൺമെന്റലിസ്റ്റ് അല്ല, പ്രോമിനന്റ് ഏരിയ ഓഫ് പ്രോമിനൻസ്. നമ്മൾ ആ പ്രോമിനന്റ് മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അതല്ല. അല്ല. അല്ല. അതായത് അദ്ദേഹത്തിന്റെ തൊഴിൽ എന്ന് പറയുന്നത് അത് സാമൂഹ്യ പ്രവർത്തനമാകാം എന്ന് പറഞ്ഞത് അത് ഈ എൻവയോൺമെന്റലിസവുമായി ബന്ധപ്പെട്ടല്ല. അല്ല, അതൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അല്ല, എൻവയോൺമെന്റലിസ്റ്റ് എന്ന് തന്നെ അല്ല എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. എന്നാൽ എൻവയോൺമെന്റുമായി ബന്ധം. അത് കൊള്ളാം. പക്ഷെ 50 കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞേ? അദ്ദേഹത്തിന്റെ തൊഴിൽ സാമൂഹ്യ പ്രവർത്തനവുമാണ് എന്ന് താങ്കൾ പറഞ്ഞ ആ തൊഴിൽ മൃഗങ്ങളുമായി, വിശിഷ്യ ആനകളുമായി ബന്ധപ്പെട്ടതാണ്. അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. മലബാർ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രേക്ഷകർ ക്ഷമിക്കുക, ഇത് ഈ ഷാറൂഖ് ഖാനെ കുറിച്ച് 4 സൂചന ഇതിൽ ഉത്തരം പറയാൻ പറ്റാതെ പോയതുപോലെയാണ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട തൊഴിലെന്ന് പറയുമ്പോൾ എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റും ആനകളുടെ സംരക്ഷണവും ഒക്കെയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. പ്രകൃതിയുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട തൊഴിലിലോട്ട് ചിന്തിക്കുന്നതിന് പകരം അല്ലേ? ശരി. അദ്ദേഹത്തിൻ്റെ തൊഴിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രശസ്തമായ കൊട്ടേഷൻ ഉദ്ധരിച്ചു പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിലെത്തുന്ന വസ്തുക്കളാണ് പ്രസാദം, അത് സൃഷ്ടിക്കുന്ന ആളാണ് ദൈവം എന്ന് ടാഗോർ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ ടാഗോറിൻ്റെ ഭാഷയിൽ ദൈവത്തിൻ്റെ തൊഴിലാണ്.
അതുകൊള്ളാം. 20ാമത്തെ ഏറ്റവും നിർണായകമായ ചോദ്യം. അദ്ദേഹത്തിൻ്റെ തൊഴിലിടവും, തൊഴിൽ നമുക്ക് ഓരോരുത്തർക്ക് തൊഴിൽ ചെയ്യുന്ന സ്ഥലം അല്ലേ? നെയ്ത്തുകാരൻ്റെ തൊഴിലിടം തറിയാണ്, സർക്കസുകാരൻ്റെ തൊഴിലിടം തമ്പാണ്, നടൻ്റെ തൊഴിലിടം രംഗവേദിയാണ് അല്ലേ? താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ തൊഴിലിടവും അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പമുള്ള സ്ഥലപ്പേരും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. ടാഗോർ പറഞ്ഞ അതാണ്. ടാഗോറിൻ്റെ പ്രശസ്തമായ കവിതയുടെ പേര് ഡോണ്ട് ഗോ ടു ടെമ്പിൾ ഇഫ് യു വാണ്ട് ടു സീ ദ ഗോഡ് എന്നാണ്. ദൈവത്തെ കാണാൻ നിങ്ങൾ അമ്പലങ്ങളിൽ പോകണ്ട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പ്രശസ്തമായ കവിത. ദൈവത്തെ കാണണം എങ്കിൽ നിങ്ങൾ പാടശേഖരങ്ങളിലേക്ക് പോകും. പകലന്തിയോളം പാടത്തു പണിയെടുത്ത് വിയർപ്പും ചോരയും പുരണ്ട ശരീരവുമായി നിങ്ങൾക്ക് വേണ്ടി ധാന്യമണികൾ ഒരുക്കുന്ന കർഷകൻ്റെ അരികിലേക്ക് പോകൂ. അവൻ്റെ കറുത്ത ശരീരത്തിലാണ് ദൈവം കുടികൊള്ളുന്നത് എന്ന് ടാഗോർ. താങ്കൾ മനസ്സിൽ വിചാരിച്ചത് പത്മശ്രീ ജേതാവായ കാർഷിക സംസ്കാരത്തിന് പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച, കേരളത്തിൻ്റെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന അഭിമാനമായ മഹാനായ കർഷകൻ ശ്രീ ചെറുവയൽ രാമനെയാണോ? യെസ്. തലക്കര ചെറിയ രാമൻ അഥവാ ചെറുവയൽ രാമൻ, പരിസ്ഥിതി പ്രവർത്തകൻ, ജൈവ വൈവിധ്യ സംരക്ഷകൻ, വയനാട് മാനന്തവാടി കമ്മനയിലെ കുറിച്യ സമുദായത്തിൽപ്പെട്ട ആദിവാസി കർഷകൻ. നെല്ലിനങ്ങളുടെ ഒരു ജീൻ ബാങ്കറായ ചെറുവയൽ രാമൻ 55 നെല്ലുകൾ കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളും ഗവേഷകരും കർഷകരും അദ്ദേഹത്തെ സന്ദർശിച്ച് പാരമ്പര്യ കൃഷിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ്. 2023 ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ചു. അത് രസമായി എങ്കിലും എനിക്ക് എന്നോട് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഈ പല മത്സരാർത്ഥികൾക്കും സൂചന കൊടുക്കുമ്പോൾ വളരെ ലളിതം എന്ന് ഞാൻ പറയുന്ന സൂചനകളിലേക്ക് എത്താൻ പക്ഷേ അവരൊരുപാട് ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും, നിങ്ങളെന്താ ഡയറക്റ്റായി ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട തൊഴിലെന്ന് പറയുമ്പോൾ ആദ്യം കൃഷി എന്നല്ലാതെ മറ്റൊന്നും ഒരു മനുഷ്യൻ സാധാരണമായ പ്ലെയിനായ ചിന്തയിൽ വരേണ്ടതില്ല. പക്ഷെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട തൊഴിലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് ആന സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെയാണ് പോയത്. കൃഷിയിലേക്കല്ല എൻ്റെ മനസ്സ് വന്നത്. ക്ഷമ ചോദിക്കും സാറ് പെട്ടെന്ന് കണ്ടുപിടിക്കും, കാരണം വയനാട് എൻ്റെ നാട്. അങ്ങനെ ഒരു അത് മലബാറിന്ന് ചോദിച്ചപ്പോൾ പിന്നീട് നേരെ വയനാട്ടിലോട്ട് പോയി മനസ്സ്. അപ്പോൾ അക്ഷത അങ്ങനെയൊക്കെയാണ്, യാത്ര ചെയ്തും സഞ്ചരിച്ചും ഒക്കെയാണ്. പക്ഷെ കൃഷിയിലും കൂടി കുറച്ച് താല്പര്യം ഉണ്ടാവാം. അച്ഛനുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ ആക്ച്വലി ചെയ്യാത്തത്. അപ്പം നെല്ല് നട്ടിട്ടുണ്ട്, കാപ്പി പറിച്ചിട്ടുണ്ട് അവരുടെ കൂടെ. അപ്പം എനിക്കറിയാം. പിന്നെ ഇത് എടുക്കാൻ കാരണം ഞാൻ ഇങ്ങനൊരു കാര്യത്തിന് വരുമ്പം എൻ്റെ നാട്ടിലുള്ള ഒരാളെ അറിയിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ചെറുവയൽ രാമനെ സ്വാഭാവികമായും ഈ രാജ്യം തന്നെ ആദരിക്കുകയും അറിയുകയും ചെയ്യുന്ന ആളാണ്. ഇനി ഒരു രഹസ്യം പറഞ്ഞുതരാം. ബാ, ടെറസുണ്ടോ വീട്ടിൽ? യെസ്. ഉണ്ടോ? കൃഷി താല്പര്യമുണ്ടോ? ചെടിയൊക്കെ ഉണ്ട്. തക്കാളി വെച്ചിട്ട് പിടിച്ചിട്ടില്ല. അല്ല, ഈ ചിരിയും ഒക്കെ കാണുമ്പോഴേ, ആ ഒരു പ്രസന്നതയൊക്കെ കാണുമ്പോഴേ എനിക്കൊരു സിനിമയിൽ കൃഷി ചെയ്ത ഒരാളിനെ ഓർമ്മ വരും. അത് അമർ അക്ബർ അന്തോണി എന്നോ മറ്റുമാണ് സിനിമയുടെ പേര്. അതിൽ രമേശ് പിഷാരടി കൃഷി ചെയ്യുന്നുണ്ട്. നല്ലവനായ ഉണ്ണി എന്നാണ് ക്യാരക്ടറിൻ്റെയും പേര്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.